ഇനി ചീര കിട്ടുമ്പോഴേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആട്ടാ. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ച് വെക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ. കടുക് പൊട്ടുന്ന ഗ്യാപ്പിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അപ്പൊ കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലായിരുന്നോ കുറച്ച് ഉള്ളിയും വറ്റൽമുളകും, അതുകൂടി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കണേ. അപ്പൊ ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് മതിയിട്ടാ ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിലേക്ക് നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ദേ നമ്മുടെ ചീര ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചട്ടി ഫുള്ള് ഉണ്ടായിരുന്ന ചീര ഇങ്ങനെ ചുരുങ്ങി കുറച്ചായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്യണം. വേറൊന്നുമല്ല, മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച പരിപ്പാണ്. പരിപ്പ് വേവിക്കുമ്പോഴേ ഇതാ ഇതുപോലെ വേവിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഉടഞ്ഞ് കുറുക്ക് പോലെ ആവരുത്, അങ്ങനെ ആയാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അടിപൊളിയായിട്ടുള്ള ചീരയും പരിപ്പ് പോലത്തേത് റെഡി ആയിട്ടുണ്ടേ.